4 വർഷമായി തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ വഴിത്തിരിവായി ഇരു രാജ്യങ്ങളും ഏകപക്ഷീയമായ വെടിനിർത്തലുകൾ പ്രഖ്യാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയദിനത്തോടനുബന്ധിച്ച് മെയ് 8-9 തീയതികളിൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ അതിന് ബദലായി മെയ് 5-6 തീയതികളിൽ വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും അറിയിച്ചു. മോസ്കോയിൽ നടക്കുന്ന വിജയദിന പരേഡിനെ തടസ്സപ്പെടുത്താൻ യുക്രൈൻ ശ്രമിച്ചാൽ തലസ്ഥാനമായ കീവിന് നേരെ വൻതോതിലുള്ള മിസൈൽ ആക്രമണം നടത്തുമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കീവിലെ ഭരണകൂടം ആഘോഷങ്ങൾ തകർക്കാൻ ശ്രമിച്ചാൽ റഷ്യൻ സായുധ സേന ശക്തമായി തിരിച്ചടിക്കും. നഗരമധ്യത്തിൽ വൻ മിസൈൽ വർഷമുണ്ടാകുമെന്നാണ് റഷ്യ അറിയിച്ചത്. നഗരത്തിലുള്ള സാധാരണക്കാരോടും വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥരോടും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും റഷ്യൻ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം റഷ്യയുടെ വെടിനിർത്തൽ നിർദ്ദേശം ഗൗരവമില്ലാത്തതാണെന്നാണ് സെലൻസ്കി പരിഹസിച്ചത്. ഏതെങ്കിലും ആഘോഷത്തെക്കാൾ വിലപ്പെട്ടതാണ് മനുഷ്യജീവനെന്ന് വ്യക്തമാക്കിയ സെലൻസ്കി ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ യുക്രൈൻ സൈന്യം നിശബ്ദത പാലിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഈസ്റ്ററിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ലംഘിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഇരുപക്ഷവും പരസ്പര സംശയത്തോടെയാണ് പുതിയ നീക്കങ്ങളെ കാണുന്നത്. ഞായറാഴ്ച റഷ്യയിലുടനീളമുള്ള ലക്ഷ്യങ്ങൾക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര നടത്തിയതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ബാൾട്ടിക് കടൽ തുറമുഖമായ പ്രിമോർസ്കിൽ ആക്രമണം നടത്തുകയും തീയിടുകയും ചെയ്തു. ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും മറ്റും ലക്ഷ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നതിനിടെ നിരവധി കപ്പലുകൾ ആക്രമിച്ചു. ആക്രമണത്തിൽ എണ്ണ ടെർമിനൽ തുറമുഖത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു. ബാൾട്ടിക് കടലിൽ ഒരു എണ്ണ ടാങ്കർ, ഒരു ചെറിയ റഷ്യൻ കാരക്കോട്സ് ക്ലാസ് മിസൈൽ കപ്പൽ, ഒരു പെട്രോളിംഗ് ബോട്ട് എന്നിവയും ഇവർ ഇടിച്ചു തെറിപ്പിച്ചതായി അദ്ദേഹം ടെലിഗ്രാമിൽ കൂടി അറിയിച്ചു. അത്തരത്തിലുള്ള ഓരോ ഫലവും റഷ്യയുടെ യുദ്ധസാധ്യതയെ കൂടുതൽ പരിമിതപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. തുറമുഖത്തിന് ആതിഥേയം വഹിക്കുന്ന വടക്കു പടിഞ്ഞാറൻ മേഖലയുടെ ഗവർണർ അലക്സാണ്ടർ ഒറ്റ രാത്രി കൊണ്ട് 60-ലധികം ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ഒരു പ്രധാന എണ്ണ കയറ്റുമതി ഔട്ട്ലെറ്റായ പ്രിമോർസ്കിലെ തീപിടുത്തം പെട്ടെന്ന് അണച്ചതായും ആക്രമണത്തെ തുടർന്ന് എണ്ണ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും തുറമുഖത്തിന് ആതിഥേയം വഹിക്കുന്ന വടക്കു പടിഞ്ഞാറൻ മേഖലയുടെ ഗവർണർ അലക്സാണ്ടർ ഡ്രോസ്ഡെങ്കോ പറഞ്ഞു. റഷ്യയിലെ ഏറ്റവും വലിയ കയറ്റുമതി കവാടങ്ങളിലൊന്നായ പ്രിമോർസ്കിന് പ്രതിദിനം 1 ദശലക്ഷം ബാരൽ എണ്ണ വിതരണം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള US മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ സ്തംഭിച്ചതിനാൽ സമീപ മാസങ്ങളിൽ ഇത് നിരവധി തവണ തടസ്സപ്പെട്ടു. റഷ്യൻ കരിങ്കടൽ തുറമുഖമായ നോവോറോസ്കിയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ യുക്രൈനിയൻ സൈന്യം 2 ഷാഡോ ഫ്ലീറ്റ് ടാങ്കറുകൾ വെള്ളത്തിൽ ആക്രമിച്ചതായി സെലൻസ്കി ഞായറാഴ്ച പറഞ്ഞിരുന്നു. ഈ ടാങ്കറുകൾ എണ്ണ കൊണ്ടുപോകാൻ സജീവമായി ഉപയോഗിച്ചിരുന്നു. ഇനി അങ്ങനെയല്ല എന്നും സെലൻസ്കി ടെലിഗ്രാമിൽ കുറിച്ചു. അതേസമയം റഷ്യയുടെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളെ യുക്രൈൻ ആക്രമിച്ചാൽ ആഗോള എണ്ണവില ഇനിയും ഉയരുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞതായി റഷ്യൻ TV റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ എണ്ണയുടെ അധിക അളവ് വിപണിയിൽ നിന്ന് കുറച്ചാൽ വിലകൾ നിലവിലെ നിലവാരത്തിൽ നിന്ന് കൂടുതൽ ഉയരും. അത് ഇതിനകം ബാരലിന് $120 മുകളിലാണെന്നാണ് പെസ്കോവ് പറഞ്ഞത്. കയറ്റുമതി അളവ് കുറവാണെങ്കിലും നമ്മുടെ കമ്പനികൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാനും സംസ്ഥാനത്തിന് കൂടുതൽ വരുമാനം ലഭിക്കാനും ഇത് കാരണമാകും. ശനിയാഴ്ച വൈകുന്നേരം ഒരു ഗ്രാമത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 77 വയസ്സുള്ള ഒരാൾ മരിച്ചതായും മോസ്കോ റീജിയണൽ ഗവർണർ ആൻഡ്രി വോറോബിയോക് പറഞ്ഞിരുന്നു. റഷ്യൻ തലസ്ഥാനത്തേക്കുള്ള യാത്രാമധ്യേ 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി മോസ്കോ നഗരമേയർ സെർജി സോബിയോയിൻ പറഞ്ഞു. ഞായറാഴ്ച ഒരു ഡ്രോൺ ഒരു അപ്പാർട്ട്മെന്റ് ബ്ലോക്കിനെ ആക്രമിച്ചതിനെ തുടർന്ന് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റതായി പടിഞ്ഞാറൻ സ്മോലെൻസ്ക് മേഖലയിലെ ഗവർണർ വാസിലി അനോഖിനും പറഞ്ഞു. അതേസമയം റഷ്യൻ സൈന്യം യുക്രൈന്റെ കിഴക്കൻ ഡോണെക്സ് മേഖലയിലെ കോസ്റ്റിയാൻവിക്ക നഗരത്തിലേക്ക് നീങ്ങുകയാണെന്ന് യുക്രൈന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച അറിയിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തതിന്റെ 81ാം വാർഷികമാണ് റഷ്യ ഇത്തവണ ആഘോഷിക്കുന്നത്. മെയ് 9 മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ നടക്കുന്ന വിജയദിന പരേഡിൽ ഇത്തവണ സൈനിക ടാങ്കറുകളോ മറ്റു വലിയ ആയുധങ്ങളോ പ്രദർശിപ്പിക്കില്ലെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട്. യുക്രൈന്റെ ഡ്രോൺ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് ഈ നിലപാടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.